സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. അഭിഷേക് ബ്രോ എന്താ പറയാനുള്ളേ? അത്ര മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ ഇനിയൊന്നും ഇല്ലല്ലോ. അഭിഷേക് ബ്രോ ഇപ്പൊ ഫസ്റ്റ് ടിക്കറ്റ് ഫിനാലെ കിട്ടി. ഇപ്പൊ 5ാം സ്ഥാനത്ത് ഹാപ്പിയാണോ? ടോപ്പ് 5 എത്തി. സന്തോഷമാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. സന്തോഷത്തിനപ്പുറത്ത് എന്താണുള്ളത്? അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു മിനിറ്റ് എടുത്തോണ്ടിരിക്കുന്ന അഭിഷേകന്റെ പെങ്ങൾക്ക് കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ അഭിഷേകന്റെ സിനിമ തന്നെയായിരിക്കും ചേട്ടന്റെ ലോകം. അങ്ങനെ തന്നെയാണോ? അതന്നെ. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ആഗ്രഹം പാഷൻ തുടർന്ന് പോകാന്നുള്ളത്. അത് ഞാൻ അത് തന്നെ ചെയ്യാൻ പോകും. അങ്ങനെ പാഷന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസിലും വന്നത്. ഇനി ബാക്കിയും പാഷൻ ഫോളോ ചെയ്യാന്നുള്ളത്. നിങ്ങൾ വൈൽഡ്കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ളേ ആഗ്രഹിച്ചത് തന്നെയാണ് കിട്ടി. അപ്പൊ ഫസ്റ്റ് ആണോ അതോ ഒരു ടോപ്പ് 5 മാത്രമാണ് പ്രതീക്ഷിച്ചുള്ളൂ? ഫസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ, ആഗ്രഹിക്കാതിരിക്കാൻ തെറ്റൊന്നുമില്ലല്ലോ. വരുന്ന എല്ലാവർക്കും ടോപ്പ് 1 ആവണമെന്നാണ്, കപ്പടിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ബാക്കി വിധി കുറച്ച് ഇപ്പൊ വയനാട് വേണ്ടിട്ട് ആദ്യത്തെ ജയിക്കുന്ന മത്സരങ്ങള് സ്വന്തം അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഏത് സ്ഥാനമാണ് അഭിഷേക് ബ്രോയ്ക്ക് ഉറപ്പിച്ചത്? കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പോയല്ലേ, ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ. നിങ്ങളത് കുഴപ്പിക്കാതെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടല്ലോ. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, അതിപ്പോ ഇവിടെയും കാണാമല്ലോ. സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. നന്നായി പെർഫോം ചെയ്യാൻ തോന്നുന്നുണ്ടോ? എവിടെ ഇനിയുള്ള കണ്ടസ്റ്റൻസിനോടെ അവരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നായി പെർഫോം ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവരവരായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ അവരങ്ങനെയുള്ള ആൾക്കാരോട് വന്നിട്ട് കാര്യം. ചിലര് സെന്റിമെന്റ്സ് വിൽക്കുന്നു തോന്നുന്നുണ്ടോ പല സീസണുകളായിട്ട്? ഇത് എന്തായാലും ഒരു ഗെയിമാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ ഗെയിം പ്ലാൻ കാണും. അപ്പൊ അവരുടെ ഇവിടെ ഗെയിം കളിക്കാൻ പാടില്ല, സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അവരവരുടെ രീതി ചെയ്യുന്നു. ജാസ്മിനായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിട്ട് നിന്നു, ഭയങ്കര എന്റർടൈൻമെന്റ് ഒരു അഭിപ്രായം. അല്ല, അത് നമ്മൾ ആൾക്കാർ കുറയുമ്പോഴായിരിക്കും നമ്മൾ ബാക്കിയുള്ളവർ കുറച്ചുകൂടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ആ സമയത്ത് നമ്മൾ സംസാരിക്കും. അങ്ങനെയാണല്ലോ. മറ്റേ എത്രയും പേരുള്ളപ്പോ നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല, അവരോട് സംസാരിക്കാനുള്ള ടൈം കിട്ടാറില്ല. ഞാനൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്ത് കിട്ടുമെന്നായിരുന്നു നോക്കിയാൽ 4 കിട്ടി. ഞാനൊന്നും ചിന്തിക്കാനേ പോയിട്ടില്ല. നിങ്ങളിപ്പോ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പറയാം. അഭിപ്രായം അവളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫേക്കുണ്ടോ ഇല്ലയോ എനിക്ക് ആളെ പുറത്ത് വെച്ച് അറിയത്തില്ലല്ലോ. അഭിയെ കുറിച്ച് ചോദിച്ചൂടാ? ഗ്രൂപ്പിൽ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെ. പിന്നെ പാട്ടുപാടല് കുറച്ച് ഗ്രൂപ്പിൽ കൂടുതലാ, അവിടെ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തതിന്റെ സീക്രട്ട് എന്താ? എന്താണ് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തതിന്റെ ഒരു സീക്രട്ട് എന്താ? സീക്രട്ട് ഒന്നുമില്ല. ഞാൻ എല്ലാ ഗെയിമിലും 100% ഇടുമ്പോ അവിടെ ഒരു 150 കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രഷർ വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ